ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അണുബാധയുണ്ടെന്ന സംശയത്തിൽ അടച്ച ഡയാലിസിസ് കേന്ദ്രം ഇനിയും തുറന്നില്ല. ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കാത്തത് നടപടികൾ വൈകിപ്പിക്കുകയാണ്. ഇതോടെ 2000-ഓളം രോഗികൾ പ്രതിസന്ധിയിലായി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഒരു മാസം മുൻപാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസിനിടെ അണുബാധയുണ്ടായി 2 രോഗികൾക്ക് ദാരുണാന്ത്യമുണ്ടായത്. ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഡയാലിസിസ് സെന്റർ പൂട്ടിക്കിടക്കുകയാണ്. പ്രതിസന്ധിയിലായിരിക്കുന്നത് ആയിരക്കണക്കിന് രോഗികൾ. കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് പിന്നാലെ 2 രോഗികൾ മരിച്ചത്. ഡയാലിസിസ് സെന്ററിലുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പരാതിക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിനായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഡയാലിസിസ് ഉപകരണങ്ങളും പ്ലാന്റിലെ വെള്ളവും മരുന്നുകളും അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. IV ഫ്ലൂയിഡ്, യന്ത്രങ്ങൾ ശുചിയാക്കാൻ ഉപയോഗിക്കുന്ന ലായനികൾ, ഹെപ്പാരിൻ എന്ന മരുന്ന് എന്നിവയുടെ രാസപരിശോധന ഫലം ലഭിക്കാത്തതാണ് അന്വേഷണം വൈകാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ റിപ്പോർട്ട് വൈകുന്നതോടെ പ്രതിസന്ധിയിലായത് 2000-ഓളം രോഗികളാണ്. ഏകദേശം 2000-ഓളം ആൾക്കാർ നിരന്തരമായിട്ടും അല്ലെങ്കിൽ ഇടവേളകളിലും ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് ഉള്ള അറിവാണ്. അപ്പോൾ അത്രയും പേഷ്യൻസ് വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് മാറുമ്പോൾ അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടാത്ത സാഹചര്യം. ഡയാലിസിസ് സെന്ററിന്റെ ഇപ്പോൾ എന്താണ് അപര്യാപ്തത ഉള്ളത് അത് പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ രോഗികൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഡിസംബർ 31-ന് അടച്ച ഡയാലിസിസ് സെന്റർ ഇനിയും തുറന്നിട്ടില്ല. 15 ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഡയാലിസിസ് സെന്റർ തുറക്കുമെന്നായിരുന്നു വാഗ്ദാനം. വിദഗ്ധ സംഘം നിർദ്ദേശിച്ച അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തതാണ് തടസ്സമെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. നിലവിൽ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന ഗതികേടിലാണ് രോഗികൾ. ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന കേരള മോഡൽ, ആ മോഡലിന്റെ നാഡീമിടിപ്പുകൾ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള താലൂക്ക് ആശുപത്രികളാണ്. പോരായ്മകൾ ഒരുപാടുണ്ടായിരിക്കാം, ഒരുപാട് കളകളും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പോരായ്മകളെയും പ്രതിസന്ധികളെയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഡയാലിസിസ് സെന്ററും തുറക്കണം. കാരണം ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് തണലേകുന്ന ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ക്യാമറമാൻ ദീപക് ജേക്കബിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.